Hello guys, welcome back to our channel. It's me Jitu and Meenu. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാളി ചേച്ചിയുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. കുറച്ച് പേര് റെഡി ആവാൻ, കുറച്ച് പേര് അവിടെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ നടക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറാൻ പോവാണ് കേട്ടോ. റോഡിലാണ് ബസ് നിർത്തിയിട്ടേക്കുന്നത്. നമ്മുടെ ഇവിടോട്ട് ബസ് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ റോഡിലിട്ടേക്കാൻ പറഞ്ഞു. നമ്മളെല്ലാവരും കൂടി നടന്ന് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചെല്ലും എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ടൂറിസ്റ്റ് ബസ്സായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോഡിൽ കൃത്യസമയമായപ്പോൾ അവരെത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പേര് ബസ്സിൽ കയറി, കുറേ പേര് വരാനുണ്ട്, കുറേ പേര് ഒരുങ്ങുന്നതേ ഉള്ളൂ, അങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് കേട്ടോ കയറിയത്. 2 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പാട്ടിടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും ചാടിപ്പിടിച്ചതിനകത്ത് തന്നെ കയറി. മറ്റേതിനകത്ത് പാട്ടിടത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ കയറി കേട്ടോ. അപ്പോൾ കയറിയപ്പം കുറച്ച് സീറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ എനിക്കൊരു സീറ്റ് കിട്ടി, ഞാനതിൽ ചാടി കയറി ഇരുന്നു. അത് വേറെ കാര്യം. എനിക്കുള്ള സീറ്റും ജിത്തുവിനുള്ള സീറ്റും ഞാൻ പിടിച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചലോട്ടാണ് കേട്ടോ പോകുന്നത്. ചേച്ചി കല്യാണം കഴിച്ച് പോയിരിക്കുന്നത് അഞ്ചലാണ്. ചേട്ടൻ്റെ വീട് അഞ്ചലാണ് കേട്ടോ. അപ്പോൾ ബുക്ക്ഡ്. നമ്മുടെ ആദ്യക്കൂട്ടം വന്നു കേട്ടോ. അവന് ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. വണ്ടി എടുത്തപ്പോഴേ അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്തു, കുട്ടിക്കാലയായി. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏരിയയിലൊക്കെ മ്യൂസിക് ഉണ്ടായതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തേ പറ്റൂ കേട്ടോ പാട്ട്. വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബഹളമായിരിക്കുമല്ലോ, ഡാൻസ് അങ്ങനെ ഇങ്ങനെ. എനിക്ക് ഡാൻസ് കളിക്കണമെന്നൊക്കെ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷേ ആദ്യം നല്ല ഉറക്കം വന്നുകൊണ്ട് ഞാൻ ആദ്യം എടുത്തുകൊണ്ടിരുന്നുകൊണ്ട് കളിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം കണ്ടല്ലോ അവന്മാരുടെയൊക്കെ കലാവിരുന്ന് കണ്ടില്ലേ, ഫുള്ള് ചാട്ടമാണ്. ഇതൊക്കെ നമ്മുടെ കസിൻസ് തന്നെ. അനിയനെ ജിത്തുവിൻ്റെ ചേട്ടനാണ് കേട്ടോ. അത് നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മലയും കാടും കുന്നും ഒക്കെ കയറി ചെന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് മാത്രം വഴി തെറ്റിയത്. 2 ബസ് ഉണ്ടായിരുന്നല്ലോ. ഒരു ബസ് കറക്റ്റ് സ്പോട്ടിൽ ചെന്നു, പക്ഷെ നമ്മൾ മാത്രം ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. കാരണം എൻ്റെ ഫോൺ കറങ്ങുന്ന പോലെ നല്ലപോലെ കറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വിട്ടുപോയില്ല. നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് കറങ്ങി. കാരണം പെട്ടെന്ന് എത്താൻ പറ്റുന്നൊരു വഴി ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷെ നല്ല കറങ്ങിയാണ് പോയത്. അവർ ചെന്ന് ഫുഡും കഴിച്ച് ഫസ്റ്റ് ബസ് വരെ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അമ്പലത്തിലോട്ട്. അമ്പലത്തിൽ പോകുന്നോ നമ്മള്? ഇതായിരുന്നു കേട്ടോ എൻ്റെ നിഖിലിൻ്റെയും ഔട്ട്ഫിറ്റ്. കറക്റ്റ് മാച്ചിങ്ങുള്ള ഔട്ട്ഫിറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അത് നമ്മൾ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുമ്പ് പോയി സ്റ്റിച്ച് ചെയ്തതാണ്. കുറച്ച് ഉള്ളിലോട്ടായിരുന്നു കേട്ടോ ചേട്ടൻ്റെ വീട്. അപ്പോൾ നമ്മൾ കുറച്ച് നടക്കണം. കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരുപാട് നടത്തൊന്നുമില്ല, കുറച്ചും കൂടി നടക്കണമായിരുന്നു. നമ്മളെല്ലാവരും കൂടി നടന്നങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇത്രയും തെറ്റാക്കലുണ്ടോ? അയ്യോ.
അപ്പോൾ ഇത് ചേച്ചിയുടെ അച്ഛനും അമ്മയും കൂടി ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ടൊരു സ്കൂട്ടി വാങ്ങിക്കൊടുത്തതിൻ്റെ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ താക്കോല് ചേട്ടൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അതാണിത്. വണ്ടി നീക്കി കേട്ടോ. വണ്ടി നിൽക്കുക, നീക്കി നിങ്ങളെ സൗകര്യത്തിൽ വയ്ക്കും. അതിന് മോളെ നിങ്ങൾ അമ്മയെ വിളിച്ചോണ്ട് അമ്മയെ വിളിച്ചിട്ട് പോയിട്ട് അത് ഇപ്പോഴമ്മ തിരക്കോ സുഖമായിട്ട് കാണോ? അവനെ താഴെ ഇറങ്ങി കൂടുതൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകും. ചുണ്ടോ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഒരു സൈഡ് ഫോട്ടോസൊക്കെ നടക്കുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിത്തു പൊറോട്ടയും ചിക്കൻ കറിയും, ഞാൻ ഫ്രൈ റൈസും ചിക്കൻ കറിയാണ് കേട്ടോ. ചീനി പുഴുങ്ങിയതും ചീനി എന്തെങ്ങാണ്ട് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ ചീനി ട്രൈ ചെയ്തിരുന്നു. പിന്നെ വൈകിട്ട് രാത്രി ആയപ്പോഴുണ്ടല്ലോ ഭയങ്കര മഴക്കോളും മഴ ചാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ബസ്സിൽ ഓടി കയറി കേട്ടോ. പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴ, ഭയങ്കര മഴ കേട്ടോ. ഇതിനകത്ത് നോക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാണാൻ പറ്റാതെ, ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നെ വണ്ടിയിൽ ബഹളമായിരുന്നു. ആദ്യം ഉണർന്ന് നല്ല ഉഷാറായിരുന്നു. പിന്നെ വണ്ടിയിൽ ഭയങ്കര ബഹളമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. അത് ആദ്യക്കിടയ്ക്ക് ഭയങ്കര വയ്യാതായിരുന്നു കേട്ടോ. അതാ ഇങ്ങനെ ഇരിക്കണത്. പിന്നെ കുഴപ്പമില്ല, അവൻ ഓക്കെ ആയി. പിന്നെ നമ്മളെല്ലാവരും നല്ല കട്ട വൈബിൽ അങ്ങ് നിന്നു. പിന്നെ അവന് ഓക്കെ ആയി. അവൻ്റെ ഈ ചട്ടങ്ങളൊക്കെ കാണുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മൾ അഞ്ചൽ വരെ ആയതുകൊണ്ട് കുറച്ച് ദൂരം ഉള്ളായിരുന്നു കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെന്ന പോലെ ഒരു ഫീലാണ്. നമുക്കൊന്ന് അടിച്ച് പൊളിച്ച് വൈബ് അങ്ങോട്ട് വന്നപ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരു നെക്സ്റ്റ് അവസരം വരുമ്പോൾ നമ്മൾ വീണ്ടും അടിച്ച് പൊളിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ കലാപരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.